പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ളത് 4250 കോടി രൂപയാണ്. സർവീസ് പെൻഷൻകാർക്ക് ബാക്കിയുള്ള ഒരു ഗഡുവെങ്കിലും കൊടുക്കാൻ വേണം 600 കോടി രൂപ. ജല അതോറിറ്റി കരാറുകാർക്ക് 4000 കോടിയും പൊതുമരാമത്ത് കരാറുകാർക്ക് 2000 കോടിയും തദ്ദേശ സ്ഥാപന കരാറുകാർക്ക് 1000 കോടിയും സപ്ലൈകോയ്ക്ക് 2000 കോടിയും നെല്ല് സംഭരിച്ചതിന്റെ വിലയായി കർഷകർക്ക് 320 കോടിയും ഉച്ചഭക്ഷണത്തിനായി സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ 150 കോടിയും കൊടുക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്നും കേന്ദ്രം തോനെ കടം കൊടുക്കാത്തത് മാത്രമാണ് പ്രശ്നമെന്നും പറഞ്ഞു നടക്കുന്ന ഇടതുമുന്നണി നിയമസഭയിൽ നിവൃത്തിയില്ലാതെ വെളിപ്പെടുത്തിയതാണ് ഈ കണക്കുകൾ. കൊടുക്കാനുള്ള വൻ തുകകളുടെ കണക്കുകൾക്കൊപ്പം കണക്കില്ലാതെ കൊടുക്കാനുള്ളവ കൂടി നിയമസഭയിൽ വെളിപ്പെടുത്തപ്പെട്ടു. എന്തായാലും 2 വർഷം കൊണ്ട്, അതായത് ഈ മുന്നണിയുടെ ഭരണം തീരുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ച കുടിശ്ശികകളുടെ ഒരു കണക്കെടുപ്പ് കൂടിയായി നിയമസഭയിലെ ഈ തുറന്നു പറച്ചിൽ. ഇനിയും കൊടുത്തിട്ടില്ലാത്ത മറ്റു ചില കുടിശ്ശികകൾ ഇതൊക്കെയാണ്. നെല്ല് സംഭരണത്തിന് നൽകേണ്ട തുക, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നിർവഹിക്കേണ്ട ചെലവുകളിലെ കുടിശ്ശിക, കാരുണ്യ പദ്ധതിയിലടക്കം മരുന്ന് വിതരണത്തിലെ കുടിശ്ശിക, കരാറുകാർക്ക് ബിൽ ഡിസ്കൗണ്ടിംഗ് സ്കീം പ്രകാരമുള്ള കുടിശ്ശികയായ 2500 കോടി രൂപ, പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക് ഇരയായവർക്കുള്ള ധനസഹായങ്ങൾ, ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം, പമ്പിംഗ് സബ്സിഡി, കൈത്തറി തൊഴിലാളികൾക്കുള്ള ധനസഹായം, ഇടുക്കിയിലെ ഏലം കർഷകർക്ക് സംഭവിച്ച കൃഷിനാശത്തിനുള്ള ധനസഹായം, ഇതിനു പുറമെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ്, പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അംഗൻവാടി വർക്കേഴ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡ് തുടങ്ങിയ ഒട്ടേറെ ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കുള്ള കുടിശ്ശിക. ഇതൊക്കെയും കേന്ദ്രം കണക്കില്ലാതെ കടം തന്നാൽ മാത്രമേ വീട്ടാൻ കഴിയൂ എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അതേസമയം ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച് പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പയുടെ പലിശ കൂട്ടണമെന്ന വിചിത്ര ആവശ്യവുമായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. 500 കോടി രൂപയാണ് പെൻഷൻ കമ്പനിക്ക് വായ്പയായി KFC നൽകിയത്. 7.75% പലിശ. ഇത് 9% ഉയർത്തണമെന്നാവശ്യപ്പെട്ട് KFC ചെയർമാൻ ധനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. KFC ചെയർമാന്റെ ആവശ്യം ബാലഗോപാൽ അംഗീകരിച്ചതോടെ പലിശ ഉയർത്തി ധനവകുപ്പിൽ നിന്ന് ഉത്തരവ് ഇറങ്ങി. ധനവകുപ്പിന് കീഴിലുള്ള സ്ഥാപനം തന്നെ പലിശ കൂട്ടണമെന്നാവശ്യപ്പെട്ടത് ധനകാര്യ വൃത്തങ്ങളിൽ അമ്പരപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടി രൂപീകരിച്ച സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും ധനവകുപ്പിന്റെ കീഴിലാണ്. ക്ഷേമ പെൻഷൻ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യത്തിന്റെ വായ്പയ്ക്ക് പോലും KFC പലിശ ഉയർത്താൻ ആവശ്യപ്പെട്ടത് വരും ദിവസങ്ങളിൽ വിവാദമാകാനാണ് സാധ്യത. ഒപ്പം പലിശ ഉയർത്താൻ അനുമതി നൽകിയ ബാലഗോപാലിന്റെ നടപടിയും ചോദ്യം ചെയ്യപ്പെട്ടേക്കും. KFCയിൽ നിന്ന് കൂടാതെ KSFE, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ, കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, സഹകരണ കൺസോർഷ്യം എന്നിവിടങ്ങളിൽ നിന്നും പെൻഷൻ കമ്പനി വായ്പ എടുത്തിട്ടുണ്ട്. 11,373 കോടിയിലധികം രൂപയാണ് 6.85% മുതൽ 10% വരെ പലിശ നിരക്കിൽ സ്വീകരിച്ചിട്ടുള്ളത്. KFCയുടെ മാതൃക പിന്തുടർന്ന മറ്റ് സ്ഥാപനങ്ങളും വായ്പയുടെ പലിശ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് വന്നു ചേരുന്നത് കോടികളുടെ അധിക ബാധ്യതയായിരിക്കും. ക്ഷേമ പെൻഷനുകൾക്കുള്ള തുക കണ്ടെത്തുന്നതിന് പെട്രോൾ, ഡീസൽ വിലയിൽ സംസ്ഥാന സർക്കാർ 2 രൂപ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് ഖജനാവിലേക്ക് എത്തുന്ന പണം സർക്കാരിന്റെ തന്നെ മറ്റൊരു കമ്പനിക്ക് പലിശയടയ്ക്കാൻ മാത്രമായിട്ട് മാറുമോ എന്നുള്ള ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.